വിശദമായി നോക്കാം. കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിലിനായി ഡ്രഡ്ജർ എത്തി. പാലത്തിനടിയിൽ കൂടി ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ ഇപ്പോൾ. ശിരൂരിൽ നിന്ന് KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, നമ്മൾ അങ്ങനെ പ്രതീക്ഷയിലേക്ക് അടുക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഗംഗോത്രി പാലത്തിന്റെ തൂണുകൾക്കിടയിലൂടെ ഡ്രഡ്ജർ കടത്തിക്കൊണ്ടുവരുന്നത്, ആ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയും ഇപ്പോൾ മാറി എന്ന് പറയാമല്ലേ? തീർച്ചയായും ഭവ്യ, ഈ ശിരൂർ ദൌത്യവുമായി ബന്ധപ്പെട്ട നിർണായക ആദ്യഘട്ടം പിന്നിട്ടു എന്ന് വേണം പറയാൻ. കാരണം വേലിയേറ്റം അത് വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വൈകിട്ട് ഈ 4-5 മണിയോട് കൂടിയാണ് വെള്ളം കുറയുന്നത്. ആ സമയത്ത് കൃത്യമായി ഡ്രഡ്ജർ ഇപ്പോൾ ഈ റോഡ് പാലത്തിലൂടെ കടന്നു പോയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും ഡ്രഡ്ജർ മുന്നോട്ട് പോയത്. ഇനി റെയിൽവേ മേൽപ്പാലമുണ്ട്, അതിനടിയിൽ കൂടി പോകാനുണ്ട്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ അത് പ്രയാസമല്ല. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ ഏതായാലും ഗംഗാവലി പുഴയിലെത്തും. ഇന്ന് മറ്റ് ക്രമീകരണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഈ ബോട്ട് ഇവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് ക്രമീകരണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നാളെ രാവിലെ 6 മണി മുതൽ തന്നെ ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. നാവികസേനയുടെ ഒരു പരിശോധന ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. ഏതെല്ലാം രീതിയിൽ നാളെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തണം എന്നത് സംബന്ധിച്ചായിരുന്നു. എന്തായാലും ഈ ഡ്രഡ്ജർ എത്തിയതോടുകൂടി ഈ ലോറി ഇനി കണ്ടെത്തുക വളരെ എളുപ്പമാണ്. കാരണം ഈ മണ്ണിൽ പൂണ്ട് നിലയിലാണ് ഇപ്പോൾ ലോറി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോറിയുടെ മുകളിലുള്ള മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ഈ കല്ലും പാറക്കൂട്ടങ്ങളൊക്കെ അവിടെയുണ്ട്. അത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് വളരെ എളുപ്പം നീക്കം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയോട് കൂടി തന്നെ ഈ ലോറി കൃത്യമായി കണ്ടെത്തി ആ ക്യാബിനരികിലേക്ക് എത്തുക എന്നതാണ് ഈ ദൌത്യ സംഘത്തിന് മുന്നിലുള്ള ലക്ഷ്യം. ആ രീതിയിലുള്ള പരിപാടികളുമായി ആസൂത്രണം ചെയ്താണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പോലീസും ഒപ്പം ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നോ ഈ തെരച്ചിലിന് സംവിധാനങ്ങളുണ്ടായ ആ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് വിപുലമായ അവസാനഘട്ട തിരച്ചിലാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇനി 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. അർജുനു പുറമെ ലോകേഷിനെയും ജഗന്നാഥിനെയും കൂടി, ഈ കന്നഡികരായ 2 പേരെയും കൂടി കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് തന്നെ 3 പേർക്കായുള്ള തിരച്ചിൽ, അവസാനഘട്ട തിരച്ചിൽ ഗംഗാവലി പുഴയിൽ നാളെ രാവിലെ മുതൽ ആരംഭിക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. അതിലേറ്റവും വെല്ലുവിളി ഉയർത്തിയത് ഈ ഡ്രഡ്ജർ അവിടെ എത്തിക്കുക എന്നതിന് അത് ഗോവയിൽ നിന്നും വളരെ വിജയകരമായി കാർവാറിലെത്തിക്കുകയും പിന്നീട് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് എത്തുകയും അല്പസമയം മുമ്പാണ് ഈ ഡ്രഡ്ജർ പാലത്തിലൂടെ അപ്പുറത്തേക്ക് കടത്തിവിട്ടത്. ഇനി റെയിൽവേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽവേ മേൽപ്പാലത്തിന്റെ ആ ഒരു ഘട്ടം കൂടി പിന്നിടാനുണ്ട്. ഇതായിരുന്നു ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു ഇടം. ഇത് വളരെ എളുപ്പത്തിൽ കടക്കാൻ സാധിച്ചു. ഇനി 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തും. എന്തായാലും തിരച്ചിൽ ഊർജിതമായി നാളെ ഉണ്ടാകും. നാളത്തോടുകൂടി ഈ തിരച്ചിലിൽ നിർണായക വഴിത്തിരിവുണ്ടാകും. കാരണം ഈ ക്യാബിനിലേക്ക് എത്താൻ നാളെ തന്നെ കഴിയുമെന്നൊരു പ്രതീക്ഷയൊക്കെ ദൌത്യസംഘം കടൽ കടന്ന് അഴിമുഖം താണ്ടി ഗംഗാവലി പുഴയിലേക്ക് ഡ്രഡ്ജർ വെസൽ പ്രവേശിപ്പിക്കുന്നത് ഏറെ സാങ്കേതികപരമായി ശ്രമകരമായ ദൌത്യമായിരുന്നു. ആ ദൌത്യമാണിപ്പോൾ ആദ്യഘട്ടം അത് പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാം. എന്തായാലും ഗംഗോത്രിയുടെ തൂണുകളെ താണ്ടി ഡ്രഡ്ജർ എത്തുകയാണ് ഗംഗാവലി പുഴയിലേക്ക്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും ഗംഗാവലി പുഴയിൽ അർജുനായുള്ള തിരച്ചിലിനായി ഡ്രഡ്ജർ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ശ്രമകരമായ ദൌത്യം തന്നെയായിരുന്നു KV ബൈജുവിന്റെ വാക്കുകൾ പോലെ. ബൈജു, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കടൽ കടന്ന് ഏറ്റവും പ്രധാനമായി അഴിമുഖം താണ്ടിയാണ് ഗംഗാവലി പുഴയിലേക്ക് ഡ്രഡ്ജർ എത്തിയത്. സാങ്കേതികമായി ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തെത്തിയതിന്റെ ആദ്യഘട്ട വിജയമെന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലേ ബൈജു? തീർച്ചയായും ഭവ്യ, കാരണം ഇത് ഗോവയിൽ നിന്നാണ് പുറപ്പെട്ടത്. 25 മണിക്കൂർ എടുത്തു. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കടൽ കടന്ന് അഴിമുഖം കടന്ന് ഇപ്പോൾ പുഴയും കടന്ന് ഗംഗാവലി പുഴയിൽ ആ വലിയ ദുരന്തമുണ്ടായ ഗംഗാവലി പുഴയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 6 മണിയോടുകൂടി തന്നെ ഈ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തും. ഇന്ന് പ്രധാനമായും ഇത് ഈ ടഗ് ബോട്ടുമായി ഘടിപ്പിച്ച് കൃത്യമായി അവിടെ സ്ഥാപിക്കുകയാണ് ഇന്നത്തെ പ്രധാനമായും ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും 7 മണിയോടുകൂടി ഇന്നത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നാണ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ
അധികൃതർ വ്യക്തമാക്കിയത്. ഇതിൽ ആ ലോറി കൃത്യമായി നേവിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്, ആ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് കൃത്യമായി ഇത് സ്ഥാപിച്ച് നാളെ രാവിലെ 7 മണി മുതൽ തന്നെ NDRFന്റെയും SDRFന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സഹായത്തോടുകൂടി വിപുലമായ ഒരു തിരച്ചിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പദ്ധതിയിടുന്നത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നാളെ വൈകിട്ടോടുകൂടി തന്നെ ആ ശ്രമം ഒരു പക്ഷേ ഇവർ വിജയം കണ്ടെത്തേക്കാം. ആ ക്യാബിൻ എത്തുക, അതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ തന്നെ ഇന്ദ്രപാൽ, നമുക്കറിയാം റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ നടത്തിയ ആ റഡാർ പരിശോധനയിൽ ലോറി വലിയ തോതിൽ അത്തരത്തിൽ തകരുകയോ അല്ലെങ്കിൽ ക്യാബിൻ വേർപെട്ടിട്ടോ ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാബിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന അർജുൻ അതിനകത്ത് തന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാം എന്ന ഒരു നിഗമനമാണുള്ളത്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള വലിയ സംവിധാനങ്ങൾ ഇനിയിപ്പോൾ അല്പസമയത്തിനകം ക്രെയിൻ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഈ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ആലോചനയും നടക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് 1-2 ദിവസം കഴിയുമെങ്കിലും നാളെ തന്നെ ക്യാബിനിലേക്ക് എത്തുക, ആ ഒരു ബന്ധുക്കൾ ഉൾപ്പെടെ സംശയിക്കുന്ന കാര്യത്തിനൊരു സ്ഥിരീകരണം ഉണ്ടാക്കുക, അതാണ് ജില്ലാ ഭരണകൂടം പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിർണായകമായ ഇനി അങ്ങനെയാണെങ്കിൽ ഈ സോണാർ പരിശോധനയിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിടത്തായിരിക്കും ആദ്യ ഡ്രഡ്ജിംഗ് നടക്കുക എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് നേവി വ്യക്തമാക്കിയിരിക്കുന്നത്. സോണാർ പരിശോധനയിൽ വലിയ ലോഹഭാഗം കണ്ടെത്തി അത് അർജുന്റെ ലോറിയുടേതാണെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരണം വന്നിരുന്നു. ഒരുപക്ഷെ നമുക്കറിയാം ന്യൂസ് 18 ആണ് ആ വിവരം ആദ്യം തന്നെ പുറം ലോകത്തെ അറിയിച്ചത്. ആ സ്ഥലം, കൃത്യമായ ആ സ്ഥലത്താണ് ഈ പരിശോധന നടക്കുക. ആ സ്ഥലത്താണ് മണ്ണ് നീക്കം ചെയ്യുക. വലിയ തോതിൽ മണ്ണും ചെളിയുമൊക്കെ ആ പ്രദേശത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ ലോറിയുടെ മുകളിൽ വലിയ തോതിൽ മണ്ണുണ്ട്. അതൊക്കെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ പറ്റുമെന്നാണ് കാർവാർ MLA ഉൾപ്പെടെ നേരത്തെ പറഞ്ഞത്. ഏതായാലും 1 കോടി രൂപ ചെലവിലാണിപ്പോൾ ഈ ഒരു 3ാം ഘട്ട തെരച്ചിൽ നടത്തുന്നത്, 3ാം ഘട്ട ഈ ഒരു ദൌത്യം തുടരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു ഇവരെ അർജുനും ലോറിയും ഉൾപ്പെടെ കാണാതായിട്ട്, ഇത്തരത്തിൽ കാണാമറയത്തായിട്ട്. അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് ഒരു പക്ഷേ മറ്റന്നാൾ ആകുമ്പോഴേക്കും ഇതിന് ഒരു കൃത്യമായ ഉത്തരം ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. എന്തായാലും ആ രീതിയിലുള്ള വിപുലമായ ഒരു തിരച്ചിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ജില്ലാ കലക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ ശിരൂരിൽ എത്തിയിട്ടുണ്ട്. വൈകിട്ട് 6 മണിയോടുകൂടി അദ്ദേഹം ഈ ഗംഗാവലി പുഴയിലെത്തും. അതുപോലെ തന്നെ കലക്ടറും SPയും ഉൾപ്പെടെ ഉള്ളവർ ഈ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തുമ്പോഴേക്കും അവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഇത്തരത്തിലുള്ള വിലയിരുത്തലൊക്കെ നടത്തിയതിനു ശേഷം നാളെ പരമാവധി രാവിലെ 6 മണി മുതൽ തന്നെ ഇത്തരത്തിൽ ദൌത്യം ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള ആദ്യഘട്ടം പിന്നിട്ടിരിക്കുന്നു. ഡ്രഡ്ജർ ഏതായാലും ഗംഗാവലി പുഴയിലേക്ക് നീങ്ങിത്തുടങ്ങി. ഇനി ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിനകം തന്നെ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലേക്ക് എത്തും. എന്തായാലും 6 മണിയോടുകൂടി എന്തായാലും എത്തുമെന്നാണ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ പറഞ്ഞത്. ഇനി തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു റെയിൽവേ പാലത്തിന്റെ തൂണിലൂടെ മാത്രമേ ഇനി കടന്നു പോകാനുള്ളൂ. ആ ഒരു ദൌത്യം കൂടി കഴിഞ്ഞാൽ കൃത്യമായി ഗംഗാവലി പുഴയിലെത്തും. ഏതായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഒപ്പം പുഴയിലെ നീരൊഴുക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തെളിഞ്ഞ വെള്ളം കൂടിയാണ്. ആ രീതിയിലുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ തെരച്ചിലിന് അത് വലിയ അത്തരത്തിൽ ഉപകാരപ്പെടും. ആ രീതിയിലുള്ള തെരച്ചിൽ എന്തായാലും നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ സേനാംഗങ്ങളും നാളെ രാവിലെ ഈ ഗംഗാവലി പുഴയിലുണ്ടാവും. ആ തരത്തിൽ തെരച്ചിൽ നാളെ നടത്താൻ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് ഏതായാലും ജില്ലാ കളക്ടറുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏത് രീതിയിലൊക്കെയാണ് നാളെ ഈ തെരച്ചിലിന് നേതൃത്വം പദ്ധതി ഇടുന്നതെന്നൊക്കെ ആ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാവിക സംഘത്തിന്റെ പ്രാധാന്യമാണ് ഇനി വരുന്ന മണിക്കൂറിൽ ഏറ്റവും പ്രധാനമുള്ളത്. കാരണം ഇനി വരുന്നത് ബൈജു സൂചിപ്പിച്ചതുപോലെ നിർണായകമായ മണിക്കൂർ തന്നെയാണ്. അപ്പോൾ ഈ നാവിക സംഘം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടോ? അവരുടെ ഭാഗത്തുനിന്നുള്ള പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നാളെ രാവിലെ എത്താനാണോ അവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ നിന്ന് ബൈജു? ഭവ്യ, നാവികസേനയുടെ ഒരു ടീം രാവിലെ തന്നെ ഗംഗാവലി പുഴയിൽ എത്തിയിരുന്നു. അവർ കൃത്യമായി ഈ വെള്ളത്തിന്റെ ഒഴുക്കും മറ്റുമൊക്കെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമാവുക നാവികസേനയുടെ നീക്കങ്ങൾ തന്നെയാണ്. കാരണം ഇതിൽ മുങ്ങൽ വിദഗ്ധരുടെ സേവനം ആവശ്യമാണ്. ഈ ഡ്രഡ്ജർ കൃത്യമായി കൊണ്ടുവന്ന് ഇതിലെ മണ്ണും ചെളിയും നീക്കം ചെയ്യുക മാത്രമാണ് ചെയ്യുക. അതിനുശേഷം നാവികസേനയാണ് ഇത്തരത്തിൽ ഈ ലോറി പുറത്തേക്കെടുക്കാൻ
അത്തരത്തിൽ നേതൃത്വം നൽകേണ്ടത്. അതിനു വേണ്ടുന്ന മുങ്ങൽ വിദഗ്ധരെയൊക്കെ നാവികസേന തന്നെ ഒരുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണം നാവികസേനയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ഒരു മണിക്കൂർ ദൂരം കാർവാറിലാണ് നാവികസേനയുടെ ആസ്ഥാനം. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് ഇവിടത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോണാർ പരിശോധന അവർ വീണ്ടും നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പരിശോധനയിലാണ് കൂടുതൽ മണ്ണ് ഈ ലോഹഭാഗം കണ്ടെത്തിയ സ്ഥലത്ത് കൂടുതൽ മണ്ണ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളതും. ഏതായാലും ആ പ്രദേശം കേന്ദ്രീകരിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഈ കയറ് ലഭിച്ച സ്ഥലം. ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് കൃത്യമായ ആ സ്ഥലത്ത് തന്നെയാണ് ലോറി ഉള്ളത്. അവിടെയാണ് പരിശോധന നടത്തുക. അവിടെ നിന്നുള്ള മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ ഇപ്പോൾ ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. എന്നാലും ആ സ്ഥലത്ത് അതിനുശേഷമായിരിക്കും നാവികസേനയുടെ നിർണായക നീക്കങ്ങൾ ഉണ്ടാവുക. നാവികസേനയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ലോറിയുടെ അരികിലേക്ക് എത്തിയോ അതല്ല പുറത്തേക്ക് എടുത്തോ ആ കാര്യങ്ങളൊക്കെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. അതല്ലെങ്കിൽ നാളെ ഈ സാഹചര്യം നോക്കിയായിരിക്കും. എന്തായാലും നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമല്ല. വെള്ളം ഈ ഗംഗാവലി പുഴയിൽ കുറഞ്ഞിട്ടുണ്ട്. മൺതിട്ടകളൊക്കെ കൂടുതൽ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ ഗതി പുഴയുടെ ഒഴുക്കിന്റെ ഗതിയൊക്കെ തടസ്സപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതും നീക്കം അവിടെയുള്ള മണ്ണുകളൊക്കെ നീക്കം ചെയ്യുന്ന ഒരു വിവരം കൂടി ജില്ലാ കളക്ടർ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 ദിവസത്തെ ദൌത്യമാണ് ഇപ്പോൾ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ ഒരു 5 ദിവസം കൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. ഭവ്യ, എന്തായാലും ശിരൂർ